ഹേ എവരിവൺ, ഇനിയുള്ള വീഡിയോസിലെല്ലാം ഞാൻ നിങ്ങൾക്ക് എഡിറ്റിംഗ് ആണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വോയിസ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ AI വോയിസ് യൂസ് ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ഗൂഗിൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ AI വോയിസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് 11 ലാബ്സ് എന്ന് സെർച്ച് ചെയ്യാം. ആൻഡ് നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് നമ്മൾ എന്താണോ പറയേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലാണ് കിടക്കുന്നത്. ഇത് മലയാളത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്തോട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മലയാളം കാണാം. ഇവിടെ മലയാളം ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഓൾറെഡി മലയാളത്തിൽ കുറച്ച് എഴുതിയത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് അതിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് നമ്മൾ ബാക്ക് ആക്കിയിട്ട് അവിടെ ടൈപ്പ് ചെയ്തതെല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. നെക്സ്റ്റ് നിങ്ങൾ കീബോർഡ് ചേഞ്ച് ചെയ്ത് മംഗ്ലീഷ് കീബോർഡിലേക്ക് ആക്കിയിട്ട് വേണം ഇവിടെ മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ടൈപ്പ് ആക്കിയതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡ് ആവും. എന്നിട്ട് ആ ഒരു വോയിസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഇത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഗാലറിയിലേക്ക് ആക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ആ ഒരു വോയിസ് അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സേവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഞാനിപ്പോൾ ഈ ചെയ്ത വീഡിയോയുടെ ജസ്റ്റ് എക്സാമ്പിൾ ഒന്ന് കാണിക്കാം. ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താനായി പോകുന്നത് ഇപ്പം നിങ്ങളിതിൽ ചെയ്യുമ്പോൾ ഈ ഒരു സൗണ്ടിലായിരിക്കും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുക. ഇനി ഞാൻ ക്യാപ്കട്ട് വഴി ചെയ്തൊരു വോയിസ് ഇവിടെ കേൾപ്പിക്കാം. ഉദാഹരണത്തിന് ഇതുപോലുള്ള വോയിസ്. ഇത് മാത്രമല്ല ഉള്ളത്, ഒരുപാട് വോയിസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതൊക്കെ ക്യാപ്കട്ടിലേ പറ്റൂ. നമ്മളിപ്പോൾ ഗൂഗിൾ വഴി ചെയ്യുകയാണെങ്കിൽ പോലും ഇതിൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഒരുപാട് വോയിസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് തവണ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ക്യാപ്കട്ടിൻ്റെ കംപ്ലീറ്റ് എഡിറ്റിങ്ങും പറഞ്ഞുതരാം. അതുപോലെ തന്നെ ക്യാപ്കട്ടിൽ എങ്ങനെ AI വോയിസും ജനറേറ്റ് ചെയ്യാം, നമ്മുടെ വോയിസ് ചേഞ്ച് ചെയ്യാം, വോയിസ് ഓവർ ചെയ്യാമെന്നുള്ളതും ക്യാപ്കട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതും പറഞ്ഞിരുന്നതായിരിക്കും. കാരണം ക്യാപ്കട്ട് നമുക്ക് നോർമലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ എഡിറ്റിംഗ് എല്ലാം കാര്യങ്ങളും പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ ഗൂഗിളിൽ വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇങ്ങനെ AI വോയിസ് ജനറേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കത് സ്യൂട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിനായിട്ടൊരു ആപ്പ് കയറ്റേണ്ട കാര്യമില്ല. അതായത് ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്കിത് 2 തരത്തിൽ ചെയ്യാം. ഒന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് AI വോയിസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ക്രിയേറ്റ് ചെയ്ത വോയിസ് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു. ലൈക്ക് ക്യാപ്കട്ട്, VN ഇതുപോലുള്ള സിമ്പിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഈ ഒരു ക്യാപ്കട്ട് യൂസ് ചെയ്യുന്നത്. ക്യാപ്കട്ടിലാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാതും ഒരു ആപ്ലിക്കേഷനിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 2 തരത്തിലും വീഡിയോ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ അത്യാവശ്യം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി എഡിറ്റിംഗ് പരമായിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആൻഡ് വീഡിയോസ് ഞാൻ പരമാവധി ഫാസ്റ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. ചില ഇഷ്യൂസ് കാരണമാണ് വീഡിയോസ് കുറച്ച് ലാഗ് ആവുന്നത്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ വയ്ക്കാം.